കൂട്ടുകാരെ എന്നെടുക്കുക എല്ലാവരും. ഇതെന്താണെന്നറിയാവോ? ഞാൻ ആദ്യം ഓർത്തു അമ്പഴങ്ങയായിരിക്കും. ഇങ്ങനെ നല്ല പച്ച പോലെ ഇരിക്കുക. ഇത് കേരളത്തിലുണ്ടായതാണ്. ഈന്തപ്പഴം ഇതിൻ്റെ തോല് പൊളിച്ചിടണം. ഉള്ളിലൊരു വെളുത്ത സംഭവം കണ്ടോ? ആ തൊലിക്ക് ഭയങ്കര ചമർപ്പാണ്, നല്ല മധുരവും. തൊലിയോട് കൂടി തിന്നരുത്. എണ്ണക്കൂരു ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ? ഇതുണ്ടോ? നമ്മൾ പാക്കറ്റിലൊക്കെ കാണുന്ന ഈന്തപ്പഴത്തിൻ്റെ കളറും അല്ല, അതിൻ്റെ ടേസ്റ്റും അല്ല. ഇതാണ് ഒറിജിനൽ ഈന്തപ്പഴം. ഇത് പഴുത്തില്ല, ശരിക്കും പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നല്ല മധുരം അതിൻ്റെ ഉള്ളിൽ. ഈന്തപ്പഴം കിട്ടുവാ. ഒരു സൂത്രം തരാം. തിന്നുന്ന സാധനം അതെന്നാന്ന് കണ്ടുപിടിക്കണേ. കണ്ടുപിടിച്ചാൽ മാത്രം. അതെ അതെ, തിന്നുന്ന സാധനം തന്നെയാ. ചെല്ല അല്ല ഓടിച്ചെല്ല. കൈ കഴിക്കുവാ. കൈ നീട്ടണേ. തിരിഞ്ഞോ? കണ്ണു തുറക്ക്. കണ്ണടക്കേ. ആ തുറന്നു. അതെന്നാ നോക്ക? എന്നാന്ന് പറ. അതെന്താ? നാരങ്ങ പോലത്തെ പഴമാണോ? നീ കഴിച്ചിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? അതിന്റെ തൊലി തിന്നരുത്, അതിന്റെ ഉള്ളിലത്തെ മാത്രം തിന്ന. നീ കഴിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? കുട്ടു, അതിന്റെ തൊലി തിന്നരുത്. നീ തൊലി തിന്നോ? തൊലി കഴിക്കില്ലടാ. എടാ മഞ്ഞത്തൊലി കളഞ്ഞിട്ട് തിന്നാ നല്ല ടേസ്റ്റാ. കണ്ടുപിടിക്ക്. ഇതെന്നാ സാധനം? എന്ത് ടേസ്റ്റ് പോലെ? പശ പോലെയോ? ഇതിന്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് തിന്നു. കറക്റ്റേ. ഇതതിൻ്റെ കൂട്. ഇപ്പൊ പറയാനാണ്. കിട്ടിയോ? മറ്റേ അഴുകിയ സാധനം. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ തല ഒഴിക്കുമ്പോ മുന്നേ പച്ച വയലൊട്ടി പോലെ അത് കറ ഒട്ടി പോലെ ഉണ്ടായിരുന്നു. നീ ഇത് കഴിച്ചിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? പച്ചക്ക് ഇങ്ങനത്തെ മഞ്ഞ കളറില്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് നമ്മുടെ പനിനീർ ചാമ്പയില്ലേ, പനിനീർ ചാമ്പങ്ങ, അതിന്റെയൊക്കെ ആ ടേസ്റ്റ്. ഞാനും അതിന്റെയൊക്കെ ആദ്യം ഓർത്തെ. പനിനീർ ചാമ്പയൊക്കെ ആയിരിക്കും. എന്നാടി ഇതിന്റെ പോതെ അങ്ങനെ പോണേ? മമ്മേ, നീ തൊലി തിന്നോ?